തിരുവനന്തപുരത്ത് ഒരു 11 വയസ്സുകാരനെ കാണാതായിട്ടുണ്ട്. മാനസ മനോജ് നൽകും വിശദാംശങ്ങൾ. മാനസ, ഏത് സാഹചര്യത്തിലാണ് കുട്ടിയെ കാണാതായത്? വിനിഷ, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസിന് പരാതി ലഭിക്കുന്നത്. തിരുവനന്തപുരം പുത്തൻകോട്ട സ്വദേശി അർജുനെയാണ് ഇന്ന് വൈകുന്നേരം മുതൽ കാണാതായിരിക്കുന്നത്. 11 വയസ്സുകാരനാണ്. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ് ഈ 11 വയസ്സുകാരനായ അർജുൻ. ഇപ്പോൾ ഈ പോലീസിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെയും തന്നെ തിരച്ചിൽ നടത്തി വരികയാണ്. മാത്രമല്ല, കുട്ടി അമ്പലത്തിൽ പോകാൻ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് ദമ്പതികൾ പറയുന്നത്. ഏതായാലും എങ്ങോട്ടേക്കാണ് പോയത്, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴികളൊക്കെയും തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല, വൈകുന്നേരം ആയതിനാൽ തന്നെ കുട്ടി അധികം ദൂരങ്ങളിൽ അല്ലെങ്കിൽ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയില്ല എന്നുമാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലെങ്കിൽ കൂടിയും കാര്യമായ രീതിയിലുള്ള സമഗ്രമായ പരിശോധന തന്നെയാണ് ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഈ അമ്പലം പരിസരം തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും തന്നെ പരിശോധന നടത്തി വരികയാണ്. വിനിഷ, വീട്ടുകാർ തന്നെയാണോ പരാതി നൽകിയത് പോലീസിന്? തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തോടെ അമ്പലത്തിൽ പോകണം എന്നാണ് കുട്ടി വീട്ടിൽ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ വിട്ടതും. അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചു വരേണ്ട സമയമായിട്ടും കാണാത്തതിനെ തുടർന്നാണ് പോലീസിൽ വീട്ടുകാർ പരാതിയുമായി എത്തുന്നത്. അല്പസമയം മുൻപാണ് എത്തിയത് എന്നതാണ്. അതായത് വൈകുന്നേരം അമ്പലത്തിൽ പോയി വരുന്ന സമയം കഴിഞ്ഞ് എത്താത്തതിനെ തുടർന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പരാതി കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് പരാതിയിന്മേൽ പരിശോധന കർശനമാക്കി വരികയാണ്. എവിടെയാണ് കുട്ടി എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ജില്ല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിനീഷ, ശരി. തിരുവനന്തപുരം പുത്തൻകോട്ടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 11 വയസ്സുകാരനായ അർജുനെ കാണാതായിരിക്കുന്നു. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ് അർജുൻ. വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് ഈ അല്പസമയം മുൻപാണ് ഫോർട്ട് പോലീസിന് വീട്ടുകാർ ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. അത്രയും നേരം കുഞ്ഞിനെ ഇവർ തിരഞ്ഞിട്ടുണ്ടാകണം. കുഞ്ഞ് മടങ്ങിയെത്താനുള്ള സമയമായിട്ടും മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയെ ഏതായാലും ഇന്ന് രാത്രിയോടെ തന്നെ വീട്ടുകാർക്ക് തിരികെ ലഭിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കുകയാണ്.